ശമ്പളം കിട്ടുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ ആ കിട്ടുന്ന ശമ്പളം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു 1000 ആണ് അല്ലെങ്കിൽ ഒരു 2000 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ആ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് മാറ്റി വയ്ക്കാനുള്ളത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെ കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ആൾ ട്രസ്റ്റബിൾ ആണോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കാര്യങ്ങളെല്ലാം ആളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ, അതായത് നിങ്ങൾക്കൊരു അഡ്വൈസിങ് പറഞ്ഞു തരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്ന ആൾക്കാരിൽ എത്ര പേര് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പം എനിക്കറിയില്ല, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് അഡ്വൈസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റേതായ രീതിയിൽ ചെയ്തതിന് ശേഷവും പഠിച്ചതിന് ശേഷമായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. സോ അത് പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡെവലപ്പർ അതിനെ ചൂഷണം ചെയ്യാറുണ്ട്, ഹൈ പ്രൈസ് ലെവലിൽ കൊണ്ടുവരാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വേണം ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എന്തുകൊണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റിൽ എൻ്റർ ആവുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എക്സിറ്റ് ആയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. 1 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം 50 പൈസയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമല്ലോ. 1 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം 1.5 രൂപയ്ക്ക് വിറ്റാൽ മാത്രമല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തിങ്ക് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈസായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക.